ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ബാക്കിയായിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാട്ടോ, വളരെ സിമ്പിളാണ്. പക്ഷേ എന്തോ ഒരു പ്രത്യേക നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി എടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എപ്പോഴും ബാക്കി ഉണ്ടാകുന്ന ചപ്പാത്തി എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. ആ സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരുപാട് കൂടി പോകാനും പാടില്ല. ഇതെല്ലാം ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. പഞ്ചസാര അത്യാവശ്യം നലിയുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പാൽപ്പൊടി ആകുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിനാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് പാൽ ആണെങ്കിൽ പോലും ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 1/4 കപ്പ് അളവിൽ തന്നെ മതിയാകും. കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാൽപ്പൊടിയുടെ കൂട്ടോട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൂട്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബ്രെഡ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടുണ്ടല്ലോ, അത് തന്നെയാണിത്. ഇനി ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ചപ്പാത്തി ഇതുപോലെ 4 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ ആയിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതായത് ഒരു ഇത്തിരി നെയ്യ് വേണം, എന്നാലാണ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടിലേക്ക് ഓരോ ചപ്പാത്തിയുടെ പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ഈ ഒരു നെയ്യിലേക്ക് വെച്ച് കൊടുക്കുക. അത് മുക്കുന്ന സമയത്ത് മുട്ടയുടെ കൂട്ട് ഈ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ 4 പീസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ചപ്പാത്തിയുടെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മുട്ടക്കൂട്ട് കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം ഒരു ഇത്തിരി അങ്ങ് മുരിഞ്ഞ് നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ മാത്രമേ ആയി പോകും. അപ്പോൾ ഒരു ഇത്തിരി കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ. എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ച് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റിലായിട്ടുള്ള ഒരു വാട്ടിയ ചപ്പാത്തി പോലെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗം അത്യാവശ്യം നല്ലൊരു ഫ്രൈ ആവുന്ന പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ക്രിസ്പി ഉണ്ടെന്നാൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി മൊത്തത്തിൽ മുട്ടയുടെ കൂട്ടിലങ്ങ് മുക്കിയിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കുക. ഈ സമയത്ത് മുട്ടയുടെ കൂട്ട് കുറച്ച് മേലെ ഒഴിച്ചു കൊടുക്കണം, എന്നാലും നന്നായിട്ട് കവർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തിയുടെ മാത്രം ടേസ്റ്റ് ആയിപ്പോവും. ഒരു ഇത്തിരി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചപ്പാത്തിയുടെ മുകളിലൂടെ. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. നമ്മൾ മുഴുവനോടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് കഴിക്കുക. ഇനി കഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ടുള്ള കൂട്ടും അങ്ങനെ എന്തെങ്കിലും മിക്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട്. പക്ഷെ അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എപ്പോഴും ചൂടോട് കൂടെ കഴിക്കണം, എന്നാൽ തന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത് ചൂടോട് കൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ആ ഒരു മുട്ടയുടെ ടേസ്റ്റും മധുരവും എല്ലാം കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ഇതായിരിക്കും. ചപ്പാത്തി മുഴുവനോടെ ഇങ്ങനെ വാട്ടിയെടുക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് നമ്മൾ മുറിച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ കോൺ ഷേപ്പിലും, അതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ നല്ല സ്പൈസി വേർഷനും ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പി കൂടെ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഉടനെ തന്നെ ഷെയർ ചെയ്യാം. കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഇതുപോലത്തെയൊക്കെ കുട്ടികളുടെ വീട്ടിലൊക്കെ. എന്നാലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്